ഈ ഒരു ഫോണ് പക്ക വേസ്റ്റ് ഫോണാണ്. ഞാൻ ചുമ്മാ പറയല്ല, കംപ്ലീറ്റ്ലി ഒരു വേസ്റ്റ് ഫോണാണിത്. നത്തിങ് ഫോൺ 4a പ്രോൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയാൽ മാത്രമേ ഇത്തരം ഡിവൈസുകൾ നമുക്ക് ഈസി ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ജെന്യുവിൻ റിവ്യൂ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ എനിക്കറിയാം, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു നത്തിങ് ഫോൺ 4a പ്രോ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് കിട്ടിയത്. കാരണം ഇത് കിട്ടിയിട്ട് ഒരു 1 വീക്കിൻ്റെ അടുത്തായി. ഞാൻ കുറച്ച് കാലം സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ഒരു ജെന്യുവിൻ റിവ്യൂ തരാമെന്ന് വെച്ചിട്ട്. സോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ സാധാരണ നമ്മൾ ഫോണുകൾക്ക് ഇങ്ങനെ ബോക്സ് വരുമ്പോൾ നത്തിങ്ങിൻ്റെ ഫോണുകളുടെ ബോക്സ് ഇങ്ങനെയാണ് വരാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ട്രേ പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നത്തിങ്, വെൽക്കം ടു നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുതിയ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഇതൊരു ബോക്സ് പോലെയാണ് കേട്ടോ. ഇവിടെ ഇന്നോവേഷൻ്റെ ഈ ഒരു കളിയാണ് കേട്ടോ, അത് വേറെ കാര്യം. സോ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്താൽ അവിടെയാണ് നമുക്ക് ആ ഒരു ട്രാൻസ്പാരൻറ്റ് കേസ്, അതുപോലെ തന്നെ ചാർജിങ് കേബിൾ, പിന്നെ നമുക്ക് ആ ഒരു ബബിള് പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സിം ഇഞ്ചക്റ്റിംഗ് പിൻ, അതൊക്കെ ഉണ്ടായിരിക്കാം. സോ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെയുള്ള നമ്മുടെ ബോക്സിലാണ് നമ്മുടെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിൻ്റെ കൂടെ വന്നിട്ടുള്ള നത്തിങ് ഫോൺ 4a പ്രോ നമുക്ക് കാണാൻ സാധിക്കാം. സോ ഓൾറെഡി ഈ ഒരു ഗ്ലിഫ് ലൈറ്റ് ഓൺ ആയിട്ടുള്ളത് ഞാൻ ഈ ഒരു ഫോൺ ഓൺ ചെയ്ത് യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടുമ്പോൾ ആ സംഭവം ഓൺ ആയിരിക്കില്ല കേട്ടോ, നിങ്ങൾക്കറിയാലോ. സോ ഇതാണ് നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. എന്തായാലും ഒരു ട്രാൻസ്പാരൻറ്റ് കേസൊക്കെ കിട്ടുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് കേസിന് പകരം കുറച്ച് നല്ല കേസ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാന്ന് തോന്നുന്നു. ഇനി എനിക്ക് ഒരു കാര്യം മെയിനായിട്ട് പറയുന്നത്, ഈ ഒരു ഫോണ് പക്ക വേസ്റ്റ് ഫോണാണ്. ഞാൻ ചുമ്മാ പറയല്ല, കംപ്ലീറ്റ്ലി ഒരു വേസ്റ്റ് ഫോണാണിത്. ഇതിൻ്റെ പുറകിൽ വന്നിരിക്കുന്ന ആ ഒരു അലൂമിനിയം യൂണി ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇത് വേസ്റ്റിൽ നിന്ന് 100% റീസൈക്കിൾ ചെയ്തെടുത്തിട്ടുള്ള അലൂമിനിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 6 പ്ലാസ്റ്റിക് പാർട്ടുകൾ 30% റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മദർ ബോർഡിൽ വന്നിട്ടുള്ള 6 പാർട്ടുകൾ 100% റീസൈക്കിൾഡ് ആയിട്ടുള്ള ടിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണലി യൂസ് ചെയ്തിട്ടുള്ള 32 പാർട്ടുകളിൽ സ്റ്റീൽ എന്ന് പറയുന്നത് അത് 80% റീസൈക്കിൾ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റീലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണെന്നുള്ളത്. ഈ ഒരു ഫോണ് വേസ്റ്റ് അല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ റീസൈക്കിൾ ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. സോ അതൊരു കിടിലൻ കാര്യമായിട്ടുണ്ട്. ഇനി ഫോണിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളി ഫോണാണ്. സോ നിങ്ങൾ ഈ ഒരു റിവ്യൂ കാണണമെന്നേ ഇല്ല, ഫോൺ നിങ്ങൾക്ക് പോയി എടുക്കാം. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ, ക്യാമറ പ്രിഫറൻസ്, പെർഫോമൻസ് പ്രിഫറൻസ്, ഡിസൈൻ, അല്ലെങ്കിൽ ബാറ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ ഡിസിഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകാം. ഡിസൈനെ പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ടായിരിക്കും. അടിപൊളി ഡിസൈനാണ്. ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ളതെന്നല്ല, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ബെസ്റ്റ് ഡിസൈനാണ് ഇത് പറയും. എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് ഡിസൈൻ ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ള ആ ഒരു നത്തിങ് ഫോൺ 3a പ്രോൻ്റെ ഡിസൈനാണ് ഇപ്പോഴും. സോ അതൊന്നും മാറ്റം വന്നിട്ടില്ല. എന്നാലും ഈ ഒരു ഡിസൈനും അത്യാവശ്യം കിടിലനായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ മൊത്തം ഒരു ഒറ്റ സിംഗിൾ അലൂമിനിയം പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആൻറ്റിനാസ് ഒക്കെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ട്രാൻസ്പാരൻറ്റ് പരിപാടി നിലനിർത്തിക്കൊണ്ട് ഇവിടെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്പാരൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു ഗ്ലിഫ് വരുന്നുണ്ട്, പിന്നെ 3 ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്, പിന്നെ സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട് വീഡിയോഗ്രാഫിക്ക് കത്തിക്കാനായിട്ട്, പിന്നെ ഒരു എസെൻഷ്യൽ കീ വരുന്നുണ്ട്, പിന്നെ ബാക്കി കീസ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിൽ ഇതുപോലെയാണ് ആ ഒരു ലുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഫീച്ചറാണെന്ന് പറയാനുള്ളത്. സോ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. അത് അത്യാവശ്യം പണിയെടുത്തിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ചുമ്മാ അങ്ങോട്ടൊരു ഡിസൈൻ കൊണ്ടുവന്നിക്കണമല്ല, അത്യാവശ്യം പണിയെടുത്ത് റിസർച്ച് ചെയ്ത് കിടിലനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോ എലമെൻറ്റ്സ് നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ എലമെൻറ്റ്സ് നോക്ക്. ആ ഓരോ എലമെൻറ്റ്സിലും ഇവരെത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡിസൈനിൽ 100ൽ 110 മാർക്ക് കൊടുക്കാം, ഒന്നും പറയാനില്ല. പിന്നെ 3 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ട് വരിക. ഒരു പിങ്ക്, ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്. അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 210 ഗ്രാമാണ്. അത്ര ലൈറ്റ് വെയിറ്റ് ഫോണൊന്നുമല്ല, എന്നാലും നമുക്ക് ഇത് കവറൊന്നും ഇടാണ്ട് പിടിക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഫീലാണ് കിട്ടുന്നത്. പിന്നെ 7.9 mm തിക്നെസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ്, അതായത് ലെങ്ത്ത് എനിക്ക് കുറച്ചുകൂടിയും ബിഗറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ S26 അൾട്ര എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഫോണാണ്. ആ ഫോണിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു ഫോണാണ്. അതായത് 163.6 mm ഹൈറ്റ് വരുന്നുണ്ട്.
നമ്മുടെ വിവോ X300 Pro ഒക്കെ ജസ്റ്റ് 162 വരുന്നുള്ളൂ, 162 പോയിന്റ് സംതിങ് വരുന്നുള്ളൂ. എന്നാൽ ഇത് 163.6 mm ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കൈ പിടിച്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നീളം കൂടിയ പോലത്തെ ഒരു ഫോൺ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയർ സൈഡിൽ നമുക്ക് 3 ക്യാമറാസാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ സൈഡിലെ ലെൻസുകൾ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ 2 ലെൻസുകളും 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ലെൻസാണ് വരുന്നത്. ആദ്യത്തെ 50 മെഗാ പിക്സലിൻ്റെ സെൻസർ നോക്കുകയാണെങ്കിൽ മെയിൻ സെൻസറാണ് വരുന്നത്. അതിൽ നല്ല ക്വാളിറ്റി ഇമേജസ് എടുക്കാൻ പറ്റുന്നുണ്ട്. 1x ക്രോപ്പഡിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഇമേജസ് എടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ലെൻസ് ആയിട്ടുള്ള പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, അത് പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് അല്ല, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, അത് നോർമൽ ലെൻസ്. അതിൽ നമുക്ക് 3.5x നല്ല കിഡിലൻ സൂംഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പോർട്രേറ്റ് മോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് ആയിരിക്കും കുറച്ച് മാക്സിമം സൂമിലൊക്കെ ഫോട്ടോ എടുക്കുക. സോ പോർട്രേറ്റ് മോഡിൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലെൻസ് തന്നെയാണത്. അതുപോലെ തന്നെ അതിൽ 7x എന്ന് പറയുക 7x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോസ്ലെസ് ക്വാളിറ്റിയിൽ കിട്ടുന്ന സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഉണ്ട്. അതിലും നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 140x ഒരു അൾട്രാ സൂം വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിലൊക്കെ 120x സൂമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതിൽ 140x സൂം വരുന്നുണ്ട്. ആ സൂം വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. സോ ആ ക്യാമറ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ക്യാമറ നമ്മുടെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ലെൻസാണ്. അത് നമുക്ക് അത്യാവശ്യം വൈഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അത്ര വലിയ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം 8 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ 4K വീഡിയോ ഒക്കെ വേണമെങ്കിൽ മിനിമം ഒരു 12 മെഗാ പിക്സലൊക്കെ വേണമല്ലോ. സോ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇനി വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് HD ക്വാളിറ്റിയിൽ 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. റിയർ സൈഡ് നമുക്ക് 4K വീഡിയോ സപ്പോർട്ട് ഉണ്ട്, എന്നാൽ 60 FPS സപ്പോർട്ട് ഇല്ല. 4K 30 FPS നമുക്ക് ഹൈ ക്വാളിറ്റി വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ HD 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ഫോട്ടോ ആൻഡ് വീഡിയോ അൽഗോരിതത്തിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ലെൻസ് എഞ്ചിൻ 4 എന്നാണ്. അത് നമ്മുടെ നത്തിങ്ങിൻ്റെ ഒരു അൽഗോരിതമാണ്. സോ ആ ഒരു അൽഗോരിതത്തിൽ നല്ല ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ചില സാമ്പിൾസ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. നത്തിങ് ഫോൺ 4a പ്രോയിൽ എടുത്തിട്ടുള്ള സെൽഫി ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സെൽഫി ഫോട്ടോസിൽ സ്കിൻ ടോൺസ് ഒക്കെ കുറച്ച് നാച്ചുറൽ ആയിരുന്നെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ സ്കിൻ ടോൺസ് ഒക്കെ കുറച്ച് ബ്രൈറ്റർ ആയി വരുന്നുണ്ട്. നത്തിങ്ങിന്റെ ആ ഒരു സ്ഥിരം ഫോട്ടോ അൽഗോരിതം നമുക്ക് ചെറിയ രീതിയിൽ പോർട്രേറ്റിൽ ഫീൽ ചെയ്യും. 3.5x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് 140x വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റും. അതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല അകലെ ഫോട്ടോ എടുത്താലും ആ ലെറ്റേഴ്സ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റേഴ്സ് മാത്രമല്ല, അൾട്രാ സൂമിൽ ഹ്യൂമൻ സബ്ജക്റ്റും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കാണുന്നത്. സോ ഈ കാണുന്ന ഫോട്ടോയിലേക്കാണ് നമ്മൾ വീണ്ടും സൂം ചെയ്യാൻ പോകുന്നത്. സോ ഫൈനലി നമുക്ക് ഈ ഒരു റിസൾട്ടിൽ വരെ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഫോട്ടോസും 140x അൾട്രാ സൂമിലെടുത്ത ഫോട്ടോസാണ്. പിന്നീട് കുറേ അധികം ഫോട്ടോസ് ഞാൻ എടുത്തു. ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. എന്നാൽ കൂടുതൽ കളർ ബൂസ്റ്റിങ്ങോ പരിപാടികളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ഇപ്പോഴത്തെ മറ്റ് ബ്രാൻഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫോട്ടോ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഡേ ടൈമിൽ മാത്രമല്ല, നമ്മൾ നൈറ്റ് ടൈമിലും ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ മൂൺ ഫോട്ടോഗ്രാഫി നടത്തി. എല്ലാം നല്ല കിഡിലൻ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കിട്ടിയത്. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് നത്തിങ് ഫോൺ 4a പ്രോൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി വരിക. നമുക്ക് HD 60 FPS സപ്പോർട്ടേ ഫ്രണ്ടിലുള്ളൂ. ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K 30 FPS സപ്പോർട്ട് വരുന്നുണ്ട്. സോ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറച്ചുകൂടി ഷാർപ്നെസ് കൂടിയ പോലത്തെ ഒരു വിഷ്വൽസാണ് വരുന്നത്. എന്നാലും അത് ഓക്കെയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കളർ ബാലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നമുക്കൊരു നാച്ചുറൽ ടോണിലാണ് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ മറ്റ് ഫോണുകളൊക്കെ ചെറിയൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ഷെയ്ഡുകളൊക്കെ വരാറുണ്ട്. ഇതിൽ കറക്റ്റ് നാച്ചുറലായിട്ടാണ് വരാറുള്ളത്. ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് ഇതിൻ്റെ വൈഡ് ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ HD 30 FPS സപ്പോർട്ട് വരുന്നുള്ളൂ. HDയിൽ പോലും 60 FPS സപ്പോർട്ട് വരുന്നില്ല. അതുപോലെ തന്നെ 4K സപ്പോർട്ട് നമ്മുടെ വൈഡ് ക്യാമറയിൽ വരുന്നില്ല. സോ ഈ ഒരു ക്വാളിറ്റിയാണ് വൈഡ് ക്യാമറയിൽ വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4K 30 FPS ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക. മെയിൻ ക്യാമറയിൽ മാത്രമല്ല, നമുക്ക് ടെലിഫോട്ടോ ലെൻസിലും ആ ഒരു 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 60 FPS സപ്പോർട്ടില്ല. അതുപോലെ തന്നെ HD 60 FPS സപ്പോർട്ട് ഉണ്ട്. സോ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയും നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം സ്മൂത്ത്നെസ്സും പിന്നെ നല്ല കളർ ബാലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ടോണാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ അൽഗോരിതത്തിലുള്ള ആ ഒരു ചെറിയൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ഷെയ്ഡ് ഞാൻ നേരത്തെ സെൽഫി ക്യാമറയിൽ പറഞ്ഞ പോലെ ആ ഒരു സംഭവം നമ്മുടെ റിയർ ക്യാമറയിലും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു പ്യുവർ കളർ ടോൺസാണ് വരുന്നത്. ഭയങ്കര നാച്ചുറലാണ്. നമ്മൾ എന്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ ടോൺ തന്നെയാണ്. ചെറിയ രീതിയിൽ സാച്ചുറേഷൻ കുറച്ച് കൂടിയിട്ടുണ്ടാവും എന്നുള്ള മാതിരി മാത്രമേ തോന്നുള്ളൂ. സോ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ക്വാളിറ്റി നിങ്ങൾ പറയാം. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ 3.5x ടെലിഫോട്ടോയിൽ എടുക്കുന്ന വീഡിയോ ആണ് 4K 30 FPS.
സോ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും വീഡിയോ കിട്ടുന്നതായിരിക്കുക. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഗ്ലിഫ് ഡിസ്പ്ലേ വെച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോൻ്റെ സെൻറ്ററിൽ നിൽക്കാൻ പറ്റും. ഞാൻ എങ്ങോട്ട് മാറിയാലും കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെൻറ്ററിലാണെന്നുള്ളത് ആ ഒരു ഗ്ലിഫ് ഡിസ്പ്ലേ നോക്കി അറിയാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് പറയാം. ഇതിൻ്റെ IP റേറ്റിങ്ങിനെ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ IP റേറ്റിംഗ് വന്നിട്ടുള്ളത് IP65 ആണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ IP65 ഒതുങ്ങിപ്പോയെന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. ബട്ട് ഫൈനലി ഞാൻ തന്നെ അതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിച്ചു. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുക ഗൈസ്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിലുള്ള ഇങ്ങനെ സ്ക്രീനിൻ്റെ ചുറ്റോറും ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം പോയിട്ടുണ്ട്. നൈസായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു യൂണിബോഡി അറ്റാച്ച് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് പുറത്തേക്ക് വന്നത് എവിടെ നിന്നാണ്? ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഡിസൈൻ്റെ ഉൾഭാഗത്താണ് ആ ഒരു പ്ലാസ്റ്റിക് പിന്നെയും പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ഹെവി ആയിട്ടുള്ളൊരു വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡിസൈൻ നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാട്ടർ റെസിസ്റ്റൻസിൻ്റെ പരിപാടി നിങ്ങൾ മാറ്റിക്കേണ്ടി വരും. എന്നിട്ടും മോശമല്ല. ഈ IP65 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോൺ നനഞ്ഞാലും ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് മഴ കൊണ്ടാലും പ്രശ്നമില്ല. ഇത് 25 സെൻറ്റിമീറ്റർ താഴെ 20 മിനിറ്റ് നേരം നിങ്ങൾക്ക് കണ്ടിന്യൂസ് വെച്ചാലും കുഴപ്പമില്ലാത്തൊരു റേറ്റിംഗാണ് IP65. എന്നാലും ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇപ്പോൾ IP69K ഒക്കെ വരുന്ന കാലമാണ്, IP69 Pro ഒക്കെ വരുന്ന കാലമാണ്. അതുകൊണ്ടാണ് IP65 എന്ന് പറഞ്ഞാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോയി. ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഡിസൈൻ ഓക്കെയാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നിരുന്നാലും ആ ഒരു പരിപാടി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേനാണ് വന്നിരിക്കുന്നത്. 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 6.83 ഇഞ്ച് സൈസുള്ള ഒരു ഫ്ലെക്സിബിൾ ആമോ LED ഡിസ്പ്ലേനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 144 ഹെഡ്സിൻ്റെ ഒരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ മാത്രം കിട്ടുന്ന റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 5000 നിറ്റ്സിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ ഒരു 1600 നിറ്റ്സിൻ്റെ HBM ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 800 നിറ്റ്സിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുതന്നെ 450 ppi ക്ലാരിറ്റി വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. സോ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 2160 ഹെഡ്സിൻ്റെ PWM ഡിമ്മിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്നത് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. അതായത് 1.06 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം നോർമൽ ഫോണുകളിലൊക്കെ 8 ബിറ്റ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതിൽ 10 ബിറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു തീമിലൊക്കെയുള്ള ആ ഒരു ഗ്രേഡിയൻ കളർ ഷെയ്ഡൊക്കെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അത് ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആണ് വരുന്നത്. എന്നാൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ആണ് വരുന്നത്. അതായത് 7 സീരീസ് ചിപ്സെറ്റ് ആണ്. നമുക്കറിയാം ഹൈ പെർഫോമൻസ് ഫോണുകളൊക്കെ 8 സീരീസ് ചിപ്സെറ്റ് ആണ് വരാറുള്ളത്. എന്നാൽ ഇതിൽ വന്നിട്ടുള്ളത് 7 സീരീസ് ചിപ്സെറ്റ് ആണ്. എന്നാൽ ആ ചിപ്സെറ്റ് മോശമൊന്നുമല്ല. നമ്മുടെ BGMI നോക്കുകയാണെങ്കിൽ അതിൽ 120 FPS ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ 90 FPS ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം സെറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോഗ്രാഫിയിലാണ്. വീഡിയോഗ്രാഫിയിൽ നമുക്ക് 4K 30 FPS സപ്പോർട്ടുള്ളൂ, 4K 60 FPS സപ്പോർട്ടില്ല. അതാണ് അവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. പിന്നെ ഓവർ നോക്കുകയാണെങ്കിൽ UFS 3.1 സപ്പോർട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ ചിപ്സെറ്റ് ഒരിക്കലും മോശമല്ല. വീഡിയോഗ്രാഫി ഈ പറഞ്ഞ 60 FPS വീഡിയോ റെക്കോർഡിംഗ് പരിപാടികളൊക്കെ 4K വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ബാക്കിയെല്ലാം ഒരു സെറ്റാണ്. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് വീഡിയോഗ്രാഫി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റിൽ വരുന്ന ഈ ഒരു ഫോൺ അത്ര പ്രിഫർ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് 4K 30 FPS അവൈലബിൾ, 60 ഇല്ല. പിന്നെ HDയിൽ 60 FPS അവൈലബിൾ ആണ്. HDയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ അത് അപ്സ്കെയിൽ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാം. എന്നാൽ ആ ഒരു 4K 60 FPSൻ്റെ ക്വാളിറ്റി കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ, അത് വലിയൊരു ഇഷ്യൂ അല്ല. കാരണം ഇത് ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഇതിലെല്ലാം ഉണ്ട്. ഡിസൈൻ നോക്കുകയാണെങ്കിലും ഉണ്ട്, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്, ക്യാമറയുണ്ട്. ഓൾറൗണ്ടർ ഫോണാകുമ്പോൾ അതിൽ വരുന്ന ചെറിയ ലിമിറ്റേഷൻസ് മാത്രമാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇവരുടെ ഏറ്റവും പ്രീമിയം ഫോണുകളിൽ വരെ നോക്കുകയാണെങ്കിൽ പോലും അവർ സ്നാപ്ഡ്രാഗൻ്റെ ഒക്കെ ഹൈ എൻഡ് ചിപ്സെറ്റ് ഒന്നല്ല യൂസ് ചെയ്യാറ്. സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസ് ഏതെല്ലോ യൂസ് ചെയ്യുക. കഴിഞ്ഞ ഫോൺ 3 ഒക്കെ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഒരു ചിപ്സെറ്റ്, അല്ലാണ്ട് സ്നാപ്ഡ്രാഗൺ എലീറ്റ് ചിപ്സെറ്റിലേക്കൊന്നും അവർ പോകാറില്ല. അവർ പെർഫോമൻസ് ഒരു ഓൾറൗണ്ടർ പെർഫോമൻസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് മാക്സിമം പോകാറില്ല. അതേപോലെ തന്നെ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി എന്ന് പറയുന്നത് 7000 mAh ബാറ്ററി ആയി. ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു 5400 mAh എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവ് തന്നെയാണ്. ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് 5400 mAh കിട്ടിയത്. ഇനിയിപ്പോൾ പുറത്താണ് നിങ്ങളെങ്കിൽ 5080 mAh മാത്രമേ കിട്ടുള്ളൂ.
ഇന്ത്യൻ വേരിയൻറ്റിന് മാത്രമേ ഈ 5400 ഉള്ളൂ. സോ 5400 കുഴപ്പമൊന്നുമില്ല, അതിൽ കുറ്റം പറയാൻ പറ്റുന്ന കുറ്റം പറയുന്ന തരത്തിലുള്ള ഒരു ബാറ്ററി ഡ്രെയിനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് കിട്ടുന്നത്. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, എന്നാൽ ചാർജർ ബോക്സിലില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ 7.5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. സോ ബാറ്ററി സൈഡ് ജസ്റ്റ് ഓക്കെയാണ്. ഇനി ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് നമുക്ക് കിട്ടുന്നത്. ഡ്യുവൽ സിമ്മിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇ സിമ്മിൻ്റെ സപ്പോർട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇല്ല കേട്ടോ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. അതുപോലെ തന്നെ NFC സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ജെമിനൈ എയുടെ പരിപാടികൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട് ഇവിടെ. സോ ആ ഒരു കീ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ എന്താണ് നമ്മൾ സ്ക്രീനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ സമ്മറിക്ക് അവർ സേവ് ചെയ്തേക്കുന്ന ഒരു പരിപാടി പോലത്തെ AI പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ്, നമ്മുടെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റിലേക്ക് അവർ പോയിട്ടില്ല, ബഡ്ജറ്റ് കാരണമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ 4.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ്. സോ ജെമിനയുടെ AI വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതിൻ്റെ AI വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിൽ വന്നിരിക്കുന്ന ഗ്ലിഫ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കണ്ട ഓരോന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട, കണ്ട ഇതുപോലത്തെ പരിപാടി. സോ 137 LED ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഗ്ലിഫ് ഡിസ്പ്ലേ ആണിത്. കഴിഞ്ഞ തവണത്തേക്കാളും ഏകദേശം 50% ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ബ്രൈറ്റ്നസ്സിലാണ് വന്നിട്ടുള്ളത്. സൈസും അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. സൈസാണ് 50% അടുത്തോടെ കൂട്ടിയിട്ടെന്ന് പറയുന്നത്. ബ്രൈറ്റ്നസ് ഏകദേശം ഇരട്ടി ബ്രൈറ്റ്നസ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ള ചേഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഗ്ലിഫ് ഡിസ്പ്ലേ നല്ലൊരു ഗംഭീര പരിപാടി തന്നെയാണ്. നമ്മളിപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്യാമറ പിടിക്കുകയാണെങ്കിൽ ആ ഒരു സെൽഫിയിൽ എന്താണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വെച്ച് തരും. പിന്നെ ടൈമർ, പിന്നെ നമ്മൾ ഡെലിവറിയുടെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻസ് എന്ന വിധത്തിലുള്ള എല്ലാ പരിപാടികളും നമുക്കിതിൽ കാണിക്കും. ഇത് നല്ലൊരു സെറ്റപ്പ് പരിപാടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ഗ്ലിഫിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ട്. സോ ലൈറ്റ് വെച്ചിട്ടുള്ള കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി ചില നെഗറ്റീവ്സ് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫോണ് വിത്തിൻ ദിസ് ബഡ്ജറ്റ് അടിപൊളി ഫോൺ തന്നെയാണ്. എന്നിരുന്നാലും IP65 റേറ്റിങ്ങിന് പകരം ഒരു IP68 എങ്കിലും കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. ബട്ട് അതിനൊരു ഇതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയും അടിപൊളി ഡിസൈൻ, ഇത്രയും ലൈറ്റ് പരിപാടികൾ, ഓരോ കൊല്ലവും പുതിയ പുതിയ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ വലിയൊരു R&D ചിലവ് അവിടെ വരുന്നുണ്ട്. സോ അത്രയും ചിലവ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ റേറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള പോലുള്ള ചെറിയ ചെറിയ കോംപ്രമൈസുകൾ നമുക്ക് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന IP65 വലിയ പ്രശ്നമില്ല. നിങ്ങൾ ഫോണിന് എന്താ പറയുക വല്ലാണ്ട് നനയ്ക്കാനതിനൊക്കെ കൊണ്ടുപോയാൽ മതി. നിങ്ങൾ ചെറിയ രീതിയിലുള്ള അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി നടത്തുക, ഭയങ്കര ഡീപ്പായിട്ട് പോയിട്ട് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി നടത്താൻ പറ്റാത്തൊരു ഫോണാണ്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് കുറച്ചുകൂടി കൂട്ടിയിരുന്നെങ്കിൽ ഒന്ന് ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ വീഡിയോഗ്രാഫി നോക്കുമ്പോൾ അതിൽ 4K 30 FPS സപ്പോർട്ടുള്ളൂ. അതൊരു 60 FPS കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയാന്ന് തോന്നി. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 4K 30 FPS ഒരു വീഡിയോ ക്വാളിറ്റി കൊടുക്കായിരുന്നു. ഇപ്പോൾ HD 60 FPS വീഡിയോ ക്വാളിറ്റി ഉള്ളൂ. സോ ഈ ഒരു രണ്ട് കാര്യമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നല്ല വെറൈറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇത് വേണമെങ്കിൽ തീമൊക്കെ മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ തീം പോലെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നോവൽ ഡിസൈനാണ്. ബട്ട് ഇത് അത്ര സിമ്മട്രി തോന്നിക്കാത്ത ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഫോണ് അൺബോക്സ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ഫോൺ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ഒരാഴ്ച യൂസ് ചെയ്ത സമയത്ത് ആ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു ഡിസൈൻ എന്താണെന്നറിയില്ല, ചുമ്മാ അങ്ങനെ ബോറടിച്ച് പോയി. അത് മേ ബി എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം, ഞാൻ ആരുടെയും കാര്യം പറയുന്നില്ല. സോ ഈ ഇത്തരത്തിലുള്ള ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ, പ്രത്യേകിച്ച് ഇതുപോലെ സിമ്മട്രി ഇല്ലാത്ത ഡിസൈനൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ എടുത്ത ഉടനെ ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് എന്തോ ഒരു ബോറിങ് പോലെ ഫീൽ ചെയ്യും. ബട്ട് കുറച്ചും കൂടി ദിവസം യൂസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഡിസൈനിലേക്ക് പക്ക അങ്ങോട്ട് യൂസ്ഡ് ആയിട്ട് പിന്നെ ഈ ഒരു ഫോണിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടാത്തൊരു സ്റ്റേജ് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം. പിന്നെ ഇപ്പോഴത്തെ ഫോണുകളെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല സ്നാപ്ഡ്രാഗൻ്റെ ഒക്കെ ചിപ്സെറ്റുകൾ മറ്റേ 8 സീരീസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 എന്നുള്ള ചിപ്സെറ്റേ വരുന്നുള്ളൂ. അതൊന്നും ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. അതേ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഡിസൈനിങ്ങിനും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോസ്റ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള പ്രോസറായിരിക്കും അത്. എന്നാൽ ആ ഒരു പ്രോസറിൽ നമുക്ക് BGMI 120 FPS ഗെയിം കളിക്കാൻ പറ്റില്ല. അത്യാവശ്യം അടിപൊളി ചിപ്സെറ്റിനാണ്, മോശം ചിപ്സെറ്റ് ഒന്നല്ല. ബട്ട് വീഡിയോയിൽ നമുക്ക് 4K 60 FPS എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്.
സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ഇത് വലിയൊരു നെഗറ്റീവായിട്ട് കണക്കാക്കാത്ത ആൾക്കാരുണ്ടാവും, കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവും. കണക്കാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഈ ഗ്ലിഫ് എന്താ പറയുക, ഗ്ലിഫിൻ്റെ ഡിസൈൻ നമുക്ക് ബോറിംഗ് ആവുമോ, അല്ലെങ്കിൽ എന്താ പറയുക 4K വീഡിയോയിൽ 60 FPS വീഡിയോ ഇല്ല, പിന്നെന്താ ഞാൻ പറഞ്ഞത് IP65 റേറ്റിംഗ് ഉള്ളൂ, ഇത്തരം പ്രശ്നങ്ങളൊന്നും കൺസിഡർ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ഡെഫിനറ്റ്ലി ഒരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നത്തിങ്ങിൻ്റെ ഒരു ചെറിയൊരു കളർ ടോൺ എല്ലാ ഫോട്ടോസിനും വീഡിയോസിനും വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടും, എന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് ക്യാമറ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. ഡിസൈൻ അടിപൊളിയാണ്, ക്യാമറ സെറ്റപ്പ് വലിയ കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്, നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇതൊക്കെ നോക്കിയെടുക്കുന്ന ആൾക്കാർക്ക് ഇതൊരു കിഡിലൻ വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതൊരു എൻ്റെ ഫോണുകളിലെ ലിസ്റ്റിൽ ഇതൊരു ഫേവറേറ്റ് ഫോണായിട്ടാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാമായിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്. നത്തിങ് ഫോർ എ സീരീസ് ബെസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം.